നമസ്കാരം. 2016 ഒരു സീറ്റ്, ഇപ്പോൾ 2026 3 സീറ്റുകൾ. ഈ വളർച്ച വെറുമൊരു കണക്കല്ല. അടുത്ത 5 വർഷം UDF ഭരിക്കുമ്പോൾ ശക്തമായൊരു പ്രതിപക്ഷമായ നിയമസഭയ്ക്കകത്തും പുറത്തും BJP മാറിയാൽ കേരളം ഒരു ത്രികോണ മത്സര സംസ്ഥാനമായി പൂർണ്ണമായി മാറും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 48 മണിക്കൂർ പിന്നിടുമ്പോൾ വിജയികളുടെ ആഘോഷങ്ങൾക്കും പരാജിതരുടെ വിലാപങ്ങൾക്കും അപ്പുറം നാം കാണേണ്ട ചില പുതിയ സത്യങ്ങൾ കൂടിയുണ്ട്. കേരളം ഇനി പഴയ കേരളമല്ല, അത് മറ്റൊരു രാഷ്ട്രീയ ദിശയിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇത്രയും കാലം നിയമസഭയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലായിരുന്നു യുദ്ധമെങ്കിൽ ഇന്നു മുതൽ അതൊരു ത്രികോണ പോരാട്ടമാകും. 3 അംഗങ്ങൾ എന്നത് BJPയെ സംബന്ധിച്ച് വെറുമൊരു സംഖ്യയല്ല. UDF സർക്കാരിൻ്റെ ഓരോ നയത്തെയും ദേശീയ താൽപ്പര്യം മുൻനിർത്തി ചോദ്യം ചെയ്യാനും അത് കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിലെത്തിച്ച് കേരളത്തിലേക്ക് നേരിട്ട് വികസനം എത്തിക്കാനും ഈ 3 പേർക്ക് സാധിക്കും. ഇത് കോൺഗ്രസിനും CPMനും ഒരുപോലെ തലവേദനയുണ്ടാക്കും. നാം ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം പരാജയപ്പെട്ട ഇടതുമുന്നണിയുടെ ഭാവിയാണ്. ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചതുപോലെ ഇടതു വോട്ടുകൾ BJPയിലേക്ക് മാറുന്ന ഒരു പ്രവണത ഇത്തവണ കേരളത്തിലും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. 13 മന്ത്രിമാർ തോറ്റത് ഒരു ഭരണവിരുദ്ധ തരംഗം മാത്രമല്ല, CPMന്റെ അടിത്തട്ടിലെ അണികൾ പോലും ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ്. ഈ വോട്ടുകൾ UDFയിലേക്ക് പോകാതെ BJPയിലേക്ക് എത്തുന്നു എന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ നിർണായകമാക്കും. ഇവിടെ നാം ഗൗരവകരമായി കാണേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. കേരളീയ പൊതുസമൂഹം ഇത്രയും കാലം വെച്ചു പുലർത്തിയിരുന്ന 2 മുന്നണി എന്ന രാഷ്ട്രീയ വിരസതയെ ഇത്തവണ ജനങ്ങൾ പൂർണ്ണമായും തച്ചുടച്ചിരിക്കുന്നു. ഒരു വശത്ത് ഭരണ തുടർച്ചയുടെ അഹങ്കാരവും അഴിമതിയും ആരോപിക്കപ്പെട്ട ഇടതു സർക്കാരിനെ ജനങ്ങൾ തൂത്തെറിഞ്ഞപ്പോൾ ലഭിച്ച അധികാരം വെറുമൊരു ഭാഗ്യമായി UDFന് കാണാൻ കഴിയില്ല. കാരണം കോൺഗ്രസ് പാളയത്തിലേക്കല്ല, മാറ്റം ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം വോട്ടുകൾ ഇത്തവണ ഒഴുകിയെത്തിയത് BJPയിലേക്കാണ് എന്ന സത്യം രാഷ്ട്രീയ നേതൃത്വങ്ങൾ തിരിച്ചറിയണം. പ്രധാനമായും കോൺഗ്രസ് രാഷ്ട്രീയ നേതൃത്വങ്ങൾ തിരിച്ചറിയണം. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന നയങ്ങളും ദീർഘവീക്ഷണവും കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. BJP നേടിയ ഈ വിജയം കേരളത്തിലെ കപട മതേതര രാഷ്ട്രീയ നാടകങ്ങൾക്കും പ്രീണന രാഷ്ട്രീയത്തിനുമെതിരെ ജനങ്ങൾ നൽകിയ ശക്തമായ ഒരു താക്കീത് കൂടിയാണ്. ഇത്രയും കാലം ചില വിഭാഗങ്ങളെ ഭയപ്പെടുത്തിയും വിഭജിച്ച് നിർത്തിയിരുന്ന ഇടത് വലത് കുത്തകൾക്ക് ഇനിയുള്ള 5 വർഷം സമാധാനത്തോടെ ഭരിക്കാൻ കഴിയില്ല. കേന്ദ്രത്തിലെ ശക്തമായ ഭരണകൂടത്തിൻ്റെ പിന്തുണയോടെ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്ന ഒരു കരുത്തുറ്റ 3ാം ശക്തി നിയമസഭയിൽ അവതരിപ്പിക്കുമ്പോൾ അത് ജനാധിപത്യത്തിൻ്റെ യഥാർത്ഥ വിജയമായി മാറും. കേന്ദ്രത്തിൽ ഭരണമുള്ള ഒരു പാർട്ടിക്ക് സംസ്ഥാനത്തും പ്രാതിനിധ്യം ലഭിക്കുമ്പോൾ കേന്ദ്ര പദ്ധതികൾ വേഗത്തിൽ നടപ്പിലാക്കാൻ സാധിക്കും. ഇത് കേരളത്തിലെ സാധാരണക്കാരൻ്റെ മനസ്സിൽ ഒരു വലിയ പ്രതീക്ഷയാണ്. ഇനി വരുന്ന 5 വർഷം UDFന് അഗ്നി പരീക്ഷയാണ്. അവർക്ക് CPMനെ മാത്രമല്ല BJPയുടെ വളർച്ചയും തടയേണ്ടി വരും. എന്നാൽ കേരളത്തിലെ വോട്ടിംഗ് ശൈലി മാറിക്കഴിഞ്ഞു. വികസനത്തിനും സുരക്ഷയ്ക്കും മുൻഗണന നൽകുന്ന ഒരു പുതിയ തലമുറ BJPക്കൊപ്പം അണിനിരക്കുകയാണ്. 2031 കേരളം ഒരു BJP മുഖ്യമന്ത്രി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സംസ്ഥാനമായി മാറും. ഭരണം മാറിയേക്കാം, പക്ഷേ ജനങ്ങളുടെ ചിന്താഗതിയിൽ വന്ന ഈ വിപ്ലവകരമായ മാറ്റം തിരിച്ചുപിടിക്കാൻ ഇരു മുന്നണികൾക്കും ഇനി വർഷങ്ങളോളം പണിപ്പെടേണ്ടി വരും. കേരള നിയമസഭയിൽ മുഴങ്ങുന്ന 3ാമതൊരു സ്വരം ഒരു പുതിയ കേരളത്തിനായുള്ള വോട്ടർമാരുടെ ആഗ്രഹമാണ്. കാവിക്കൊടി ഇനി കേരളത്തിൻ്റെ ചുവരുകളിൽ വെറുമൊരു കാഴ്ച മാത്രമാകില്ല, നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായി മാറിക്കഴിഞ്ഞു. നേമത്ത് നിന്ന് രാജു ചന്ദ്രശേഖറും കഴക്കൂട്ടത്ത് നിന്ന് V മുരളീധരനും ചാത്തന്നൂരിലൂടെ VV ഗോപകുമാറും നിയമസഭയിലെത്തുമ്പോൾ അത് കേവലം 3 അംഗങ്ങളുടെ സാന്നിധ്യം മാത്രമല്ല, ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഇടയിൽ ഒരു നിർണായക ശബ്ദമായി മാറാൻ ഇവർക്ക് സാധിക്കും. പ്രത്യേകിച്ചും കേന്ദ്ര ഭരണകൂടത്തിൻ്റെ നേരിട്ടുള്ള പിന്തുണയുള്ളതിനാൽ കേരളത്തിൻ്റെ വികസന കാര്യങ്ങളിൽ കേന്ദ്ര ഇടപെടൽ ഉറപ്പാക്കാൻ ഇവർക്ക് ലഭിക്കുന്ന അവസരം ഇരു കൂട്ടർക്കും ഒരുപോലെ വെല്ലുവിളിയാകും. ഭരണവിരുദ്ധ തരംഗത്തിൽ LDF വീണപ്പോൾ വോട്ടുകൾ UDFയിലേക്ക് മാത്രം ഒഴുകാതിരുന്നത് ജനങ്ങൾ പുതിയൊരു ബദൽ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചന കൂടിയാണ്. കേന്ദ്രത്തിൽ ഭരിക്കുന്ന പാർട്ടിയുമായി കൈകോർത്ത് നിന്നാൽ മാത്രമേ സംസ്ഥാനത്തിന് യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്ന ചിന്ത കേരളത്തിലെ വോട്ടർമാരിലേക്ക്, പ്രത്യേകിച്ച് യുവതലമുറയിലേക്ക് സന്നിവേശിപ്പിക്കാൻ BJPക്ക് സാധിച്ചു. ഈ 3 സീറ്റുകൾ വെറുമൊരു തുടക്കം മാത്രമാണ്. കഴിഞ്ഞ 10 വർഷത്തെ പിണറായി ഭരണത്തോടുള്ള പ്രതിഷേധം കാവിക്കൊടിക്ക് പിന്നിൽ അണിനിരന്നതൊരു യാദൃച്ഛികതയല്ല, കപട മതേതരത്വത്തിനും പ്രീണന രാഷ്ട്രീയത്തിനുമെതിരെ കേരളം നൽകിയ ശക്തമായൊരു താക്കീത് കൂടിയാണ്. ഇനിയുള്ള 5 വർഷം BJP ഉയർത്തുന്ന ഓരോ ചോദ്യവും കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതി മാറ്റും. കേന്ദ്രത്തിൻ്റെ വികസന മാതൃകകൾ കേരളത്തിലേക്ക് നേരിട്ടെത്തുമ്പോൾ അത് ഇരു മുന്നണികളുടെയും കുത്തക രാഷ്ട്രീയത്തിന് അന്ത്യം കുറിക്കും. 2031 നോക്കുമ്പോൾ കേരളം പൂർണ്ണമായും ഒരു ത്രികോണ മത്സര ഭൂമിയായി മാറുമെന്നതിൽ സംശയമില്ല. ഇത്തവണ 13 മന്ത്രിമാർ പരാജയപ്പെട്ടത് LDFന് ലഭിച്ച ഷോക്ക് ട്രീറ്റ്മെൻ്റ് ആണ്. എന്നാൽ CPMനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തേണ്ടത് അവരുടെ ഉറച്ച കോട്ടകളിൽ കാവി വോട്ടുകൾ വർദ്ധിച്ചതാണ്. ബംഗാളിലെയും ത്രിപുരയിലെയും
ചരിത്രം ഭാവിയിൽ കേരളത്തിലും ആവർത്തിക്കപ്പെടുമോ എന്ന ആശങ്ക ഇപ്പോൾ തന്നെ ഇടത് കേന്ദ്രങ്ങളിൽ ശക്തമാണ്. വോട്ട് വിഹിതത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും വരും വർഷങ്ങളിൽ വലിയ ഭരണമാറ്റങ്ങൾക്ക് വഴിതെളിക്കും. അധികാരത്തിൽ വന്ന UDFന് ഇനിയുള്ള നാളുകൾ അത്ര സുഖകരമാകില്ല. കാരണം പരാജയപ്പെട്ട LDFനേക്കാൾ ആവേശത്തോടെ സഭയ്ക്കകത്തും പുറത്തും BJP നടത്തുന്ന ഇടപെടലുകൾ പ്രതിപക്ഷ നിരയെ കൂടുതൽ സജീവമാക്കും. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കേന്ദ്ര സർക്കാർ നേരിട്ട് പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത് BJPയുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കും. ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന മറ്റൊരു നിർണായകമായ പാഠം കേരളത്തിലെ വോട്ടർമാരുടെ പക്വത കൂടിയാണ്. കാലങ്ങളായി കേരളത്തിൽ നിലനിന്നിരുന്ന പ്രീണന രാഷ്ട്രീയം ഇനി അങ്ങോട്ട് ചെലവാകില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഇത്തവണത്തെ ജനവിധി. പ്രത്യേകിച്ച് തീരദേശ മേഖലകളിലും മലയോര മേഖലകളിലും BJPക്ക് ലഭിച്ച സ്വീകാര്യത വരുംകാല രാഷ്ട്രീയത്തിന്റെ മാറ്റത്തിന്റെ അടിത്തറ കൂടിയാണ്. ദേശീയപാത വികസനം, ഗെയിൽ പൈപ്പ് ലൈൻ, അമൃത് പദ്ധതികൾ തുടങ്ങിയ കേന്ദ്ര പദ്ധതികൾ സാധാരണക്കാരന്റെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കി. വികസനം വേണം, അത് ആര് തരുന്നു എന്നതിലല്ല കാര്യം എന്ന ജനങ്ങളുടെ നിലപാടാണ് വോട്ട് വിഹിതത്തിൽ പ്രതിഫലിച്ചത്. നാം കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്തവണ യുവ വോട്ടർമാരിലുണ്ടായ വലിയ മാറ്റമാണ്. ജോലി തേടി വിദേശങ്ങളിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പലായനം ചെയ്യേണ്ടി വരുന്ന മലയാളി യുവാക്കൾ കേരളത്തിലും അത്തരമൊരു തൊഴിൽ വിപ്ലവം വേണമെന്ന് ആഗ്രഹിക്കുന്നു. കേന്ദ്രത്തിലെ BJP സർക്കാർ കൊണ്ടുവരുന്ന സ്റ്റാർട്ടപ്പ് പദ്ധതികളും വ്യവസായ അനുകൂല നയങ്ങളും കേരളത്തിലും വേരിറക്കണമെന്ന് ഈ തലമുറ കൊതിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന 5 വർഷം UDF ഭരിക്കുമ്പോൾ LDF ഒരു തളർന്ന പ്രതിപക്ഷമാകാനാണ് സാധ്യത. അവിടെയാണ് BJPയുടെ പ്രസക്തി ഉണ്ടാകുന്നത്. നിയമസഭയ്ക്കുള്ളിൽ നടത്തുന്ന ക്രിയാത്മകമായ ഇടപെടലിലൂടെ അഴിമതിക്കെതിരെയും സ്വജന പക്ഷപാതത്തിനെതിരെയും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കാൻ ഈ 3 പേർക്കും സാധിക്കും. ഇത് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJPയുടെ കരുത്ത് ഇരട്ടിയാക്കും. കേരളം ഒരു നിശബ്ദ വിപ്ലവത്തിന്റെ പാതയിൽ കൂടിയാണ് നടന്നു പോകുന്നത്. ആ വിപ്ലവം പൂർണ്ണതയിലെത്തുന്നത് 2031 നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരിക്കും. അന്ന് കേരളം കാണാൻ പോകുന്നത് വോട്ട് വിഹിതത്തിലെ വർധനവ് മാത്രമല്ല, അധികാരത്തിന്റെ പുതിയൊരു മുഖം കൂടിയായിരിക്കും. ഫലപ്രഖ്യാപനം കഴിഞ്ഞ് 2 ദിവസത്തിനു ശേഷവും കേരളം ചർച്ച ചെയ്യുന്നത് വിജയപരാജയങ്ങളെ മാത്രമല്ല, വരാനിരിക്കുന്ന ഈ രാഷ്ട്രീയ വിപ്ലവത്തെ കൂടിയാണ്. കേന്ദ്രത്തിൽ ഭരിക്കുന്ന പാർട്ടിയുമായി കൈകോർത്ത് നിന്നാൽ മാത്രമേ സംസ്ഥാനത്തിന് യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്ന ചിന്ത യുവ വോട്ടർമാരിലേക്ക് സ്വാധീനിക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ 3 സീറ്റുകൾ വെറുമൊരു തുടക്കം മാത്രമാണ്. കഴിഞ്ഞ 10 വർഷത്തെ പിണറായി ഭരണത്തോടുള്ള പ്രതിഷേധം കാവിക്കൊടിക്ക് പിന്നിൽ അണിനിരക്കുന്നത് ഒരു വലിയ യാദൃച്ഛികതയായി കാണണ്ട. കപട മതേതരത്വത്തിനും പ്രീണന രാഷ്ട്രീയത്തിനുമെതിരെ കേരളം നൽകിയ ശക്തമായ ഒരു താക്കീത് കൂടിയാണ്. ഇനി 5 വർഷം സഭയ്ക്കുള്ളിൽ BJP ഉയർത്തുന്ന ഓരോ ചോദ്യവും കേരള രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റും. കേന്ദ്രത്തിന്റെ വികസന മാതൃകകൾ കേരളത്തിലേക്ക് നേരിട്ടെത്തുമ്പോൾ അത് ഇരു മുന്നണികളുടെയും കുത്തക രാഷ്ട്രീയത്തിന് അന്ത്യം കുറിക്കും. സഭയിൽ ആദ്യമായ ഒരു വനിതാ പ്രതിനിധിയെ ലഭിച്ച മുസ്ലിം ലീഗിന്റെ മാറ്റങ്ങൾക്കിടയിലും BJP തങ്ങളുടെ വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കിയത് വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ മുന്നോടിയാണ്. കേന്ദ്രത്തിന്റെ കരുത്തും കേരളത്തിലെ ഈ പുതിയ ഉണർവും ഒത്തുചേരുമ്പോൾ അടുത്ത 5 വർഷം കേരള നിയമസഭ സാക്ഷ്യം വഹിക്കുക ചരിത്രപരമായ ചർച്ചകൾക്കായിരിക്കും. ചുരുക്കത്തിൽ ഇടതും വലതും ഇനി ഉണർന്ന് പ്രവർത്തിക്കണം. കാരണം കാവിക്കൊടി കേരളത്തിന്റെ ചുവരുകളിൽ ഇനി വെറുമൊരു കാഴ്ച മാത്രമായിരിക്കില്ല, മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു വലിയ ചാലക ശക്തി കൂടിയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്തുമൈയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്തുമൈക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്തുമൈയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്തുമൈയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.